എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് BCom അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ BBM കഴിഞ്ഞവർ ഓസ്ട്രേലിയയിൽ വന്ന് ചിലപ്പോഴൊക്കെ മാസ്റ്റേഴ്സ് ഇൻ IT ചൂസ് ചെയ്ത് പഠിക്കാറുണ്ട്. പല യൂണിവേഴ്സിറ്റികളും ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് കഴിഞ്ഞവർക്കും BCom കഴിഞ്ഞവർക്കും IT അഡ്മിഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു നല്ല ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ പലരും നമുക്ക് ഇൻബോക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് ഇൻ BBA ഒക്കെ കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സ് ഇൻ IT എങ്ങനെ ഉണ്ടാവും എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ പറയാം. ഇപ്പം നിങ്ങൾ ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ് ഓർ BBA കഴിഞ്ഞവർ ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ഇൻ അക്കൗണ്ടൻസി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ HR അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനേക്കാളും കുറേയും കൂടെ ബെറ്ററാണ് മാസ്റ്റേഴ്സ് ഇൻ IT എന്നാണ് എൻ്റെ ധാരണ. അല്ലെങ്കിൽ എൻ്റെ ധാരണ എന്നല്ല, എൻ്റെ അഭിപ്രായം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രൊഫഷനാണ് IT സെക്ടർ. അതിനകത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ IT സെക്യൂരിറ്റി അങ്ങനെ എല്ലാ സെക്ടറിലും അത്യാവശ്യം നല്ലപോലെ ഓപ്പണിങ്സ് ഉണ്ട്. ഹൈ പേയുമാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കിൽസ് ഉള്ള ജോലികളാണ് അല്ലെങ്കിൽ അത് വേണ്ട ജോലികളായതുകൊണ്ട് തന്നെ ഹയറിങ് കുറച്ചും കൂടെ എളുപ്പമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓവർസീസ് ആളുകൾക്ക് അല്ലെങ്കിൽ ഏഷ്യൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ പാകിസ്ഥാനി അല്ലെങ്കിൽ ശ്രീലങ്കൻസിനൊക്കെ ശരിക്കും ഇവിടെ മാനേജ്മെൻറ്റ് സെക്ടറിൽ ജോലി കിട്ടാൻ അല്ലെങ്കിൽ കൊമേഴ്സ് സെക്ടറിൽ ജോലി കിട്ടാനാണ് കുറേയും കൂടെ ബുദ്ധിമുട്ട്. സോ ഇൻ ദാറ്റ് കേസ് എനിക്ക് തോന്നുന്നു ഇവിടെ മാസ്റ്റേഴ്സ് ഇൻ IT ആയിരിക്കും കുറേയും കൂടെ ബെറ്റർ. ഈവൻ കരിയർ പ്രോഗ്രഷൻ്റെ കാര്യം പറയുവാണെങ്കിലും ഇപ്പം മാസ്റ്റേഴ്സ് ഇൻ IT കഴിഞ്ഞവർക്ക് കുറേയും കൂടെ ബെറ്റർ കരിയർ പ്രോഗ്രഷനും കൂടുതൽ നല്ല സാലറി പാക്കേജും നമ്മളിവിടെ കാണാറുണ്ട്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊമേഴ്സ് സെക്ടറും IT സെക്ടറും PR കിട്ടാൻ ഹൈ പോയിൻറ്റ്സ് റിക്വയർമെൻ്റ് ഉള്ള രണ്ട് ഏരിയാസാണ്. അപ്പോൾ PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബെറ്റർ IT കാര്യം. കാരണം ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കൊമേഴ്സ് സെക്ടറിൽ വളരെ ചുരുങ്ങിയ ഒക്യുപ്പേഷൻസും ആ ഒരു ഒക്യുപ്പേഷൻസിൻ്റെയൊക്കെ സ്കിൽ അസസ്മെൻറ്റ് റിക്വയർമെൻറ്റും ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ IT അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് അതും ഒരു ICT സെക്ടറായിട്ടാണ് ഓസ്ട്രേലിയയിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ സെക്ടറിനൊക്കെ നിങ്ങൾ ശരിക്കും ഒന്ന് പഠിക്കുവാണെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഒരു ACS അക്രഡിറ്റേഷൻ ഉള്ള ഒരു കോഴ്സ് പഠിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 ഇയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇവിടെ പ്രൊഫഷണൽ ഇയർ കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റ് കിട്ടും, പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യും. പക്ഷേ മാനേജ്മെൻറ്റ് സെക്ടറിൽ അങ്ങനെയല്ല. നിങ്ങൾ സോളിഡ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സ്കിൽ അസസ്മെൻറ്റ് കിട്ടുള്ളൂ. അതിൻ്റെ എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാട്ടിൽ വരുവാണെങ്കിൽ ഇപ്പം അഥവാ ഇനിയൊരു ഇൻ കേസ് PR കിട്ടിയിട്ടില്ല, അങ്ങനെയും കേസുകളുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവർക്കും ഒന്നും PR കിട്ടുന്നില്ല. അപ്പോൾ PR കിട്ടാതെ നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്ന് വിചാരിച്ചോളൂ. എങ്കിലും കമ്പാരിറ്റീവ്ലി ബെറ്റർ പേ നിങ്ങൾക്ക് നാട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ തിരിച്ചു പോയി കഴിഞ്ഞ് വേറൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാനും ഒക്കെ ബെറ്റർ IT സെക്ടറായിരിക്കും കൊമേഴ്സ് സെക്ടറേക്കാളും. നിങ്ങളിപ്പം ഒരു മാനേജ്മെൻറ്റ് ഡിഗ്രി നിങ്ങൾ പഠിക്കാൻ വിചാരിച്ചോ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാനേജ്മെൻറ്റ് ഡിഗ്രി മോസ്റ്റ് പ്രോബ്ലി ആ ഒരു രാജ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് മാത്രമേ വർക്കൗട്ട് ആവുകയുള്ളൂ. മേ ബി വർക്കൗട്ട് ആവുമെന്ന് വെച്ചാൽ ഒരു ഹൈ ലെവൽ യൂണിവേഴ്സിറ്റി എന്നല്ല, ഒരു നോർമൽ മാനേജ്മെൻറ്റ് ഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ മിക്ക ആ ഒരു രാജ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിലായിരിക്കും കുറേയും കൂടെ അത് റെലവൻസ്. പക്ഷേ IT എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പോൾ IT പഠിച്ചാലും നിങ്ങൾക്ക് ആ ഒരു IT ഡിഗ്രി കൊണ്ട് മേ ബി US അല്ലെങ്കിൽ കാനഡയിലോ UK അല്ലെങ്കിൽ ജർമ്മനിയിലോ എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ മൂവ് ചെയ്യുമ്പോൾ തന്നെ വേറൊരു കാര്യം, IT സെക്ടറിൽ ലാംഗ്വേജ് ബാരിയർ വലിയൊരു പ്രശ്നമല്ല. അറ്റ് ദ സെയിം ടൈം കൊമേഴ്സ് സെക്ടറിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നല്ല ലാംഗ്വേജും ഇല്ലെങ്കിൽ അതൊരു വലിയൊരു ബാരിയറാണ് ജോബ് കിട്ടാൻ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുമ്പം നിങ്ങളിപ്പോൾ ജർമ്മനിലേക്ക് മൂവ് ചെയ്യാൻ വിചാരിച്ചോ, ഇപ്പോൾ IT സെക്ടറിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡെവലപ്പറോ ഒക്കെ ആണെങ്കിൽ ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പ്രോപ്പർലി അറിഞ്ഞിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓൾ റൈറ്റ്. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു മാനേജറോ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജ് അറിയാതെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനെയൊക്കെ കുറേ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ലോങ് ടേം ബെനിഫിറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഗോറോങ് ആയി നിങ്ങൾക്ക് ഇവിടെ PR കിട്ടിയില്ല, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ B എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ IT ആയിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ കുറച്ചും കൂടെ വാല്യൂ ഉള്ള ഡിഗ്രി എന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളിവിടെ വന്നിട്ട് പിന്നെ കുറേ ഒരു കാര്യമുണ്ട്, താല്പര്യം എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് കൊമേഴ്സ് സെക്ടർ തന്നെ പഠിക്കാൻ അതേ ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എങ്കിലും നിങ്ങൾ വളരെ ഓപ്പൺ മൈൻഡായി ചിന്തിക്കുന്ന, നിങ്ങൾ ഇവിടെ PR കിട്ടണം എന്ന രീതിയിൽ അങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ IT ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമ്പർ ഓഫ് ഓപ്പണിങ്സും എപ്പോഴും IT സെക്ടറിൽ ഹൈ ആയിരിക്കും.
പിന്നെ നിങ്ങളിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഇൻ അക്കൗണ്ടൻസി ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒരിക്കലും ഒരു CPA ആവുന്നില്ല. അതിനുവേണ്ടി വീണ്ടും സർട്ടിഫിക്കേഷൻസും എക്സാംസും ഒക്കെ ക്ലിയർ ആവണം. ഒരു CPA അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ലൈക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ റിലവൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഈ മാസ്റ്റേഴ്സ് കഴിയുള്ളൂ. പിന്നെ അതിനുശേഷം നിങ്ങൾ വീണ്ടും കുറേ സർട്ടിഫിക്കേഷൻസും ലൈക്ക് വർക്ക് എക്സ്പീരിയൻസും അല്ലെങ്കിൽ കുറേ എക്സാംസൊക്കെ ക്ലിയർ ചെയ്താലേ നിങ്ങളിവിടെ ഒരു ക്വാളിഫൈഡ് അക്കൗണ്ടൻ്റ് ആവുന്നുള്ളൂ. മാത്രമല്ല നിങ്ങൾ മിക്കവാറും വർക്ക് ചെയ്യുക അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ സ്കിൽ അസസ്മെൻറ്റ് മൈഗ്രേഷന് വേണ്ടി കിട്ടും എന്ന് പറഞ്ഞാലും ജോബ് സെക്ടറിലേക്ക് ആ ഒരു ഹൈ ലെവൽ പൊസിഷനിലേക്ക് എത്താൻ കുറേ കൂടെ ബുദ്ധിമുട്ടായിരിക്കും അക്കൗണ്ടൻസിയൊക്കെ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ BCom അല്ലെങ്കിൽ BBA ഒക്കെ കഴിഞ്ഞവർ ഇവിടെ അക്കൗണ്ടൻസി പഠിക്കാൻ വരുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ബിസിനസ് അനലിറ്റിക്സോ അല്ലെങ്കിൽ IT സെക്ടറിൽ എന്തെങ്കിലും മാസ്റ്റേഴ്സ് എടുത്ത് വരുന്നത് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.